ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റവ ഐസ്ക്രീം മിക്സിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നൊന്ന് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു 1/2 ലിറ്റർ പാലുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ, ഈ ഒരു ടേബിളിന് 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ച് പാല് ഇങ്ങോട്ടെടുത്ത് റവയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കാച്ചി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കാച്ചി കൊടുക്കാം. പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തിള വരാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് റവ മിക്സ് ചേർത്ത് കൊടുക്കാം. പാലിൽ കലക്കിയ റവ മിക്സ് പതുക്കെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിൽ വേണം ഇടാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്നാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് റവയായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. റവയും പാലും നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇപ്പം തണുത്തിട്ടുമുണ്ട്. നമുക്കിതൊരു ജാറിലോട്ടാക്കിയിട്ട് നടിക്കാം. ഇപ്പോൾ ഞാൻ പാലും റവയുള്ള മിക്സ് മൊത്തം ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വാനില എസൻസ് വേണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഫ്ലേവർ ചേർക്കാം. സ്ട്രോബെറി ചേർക്കാം, മാംഗോ ചേർക്കാം. ഏതെങ്കിലും ഒരു എസൻസ് ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ജാറിൽ ഒരു 2 മിനിറ്റാണ് അടിച്ചെടുത്തത്. ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബൗളിൽ ഇങ്ങനെ തന്നെ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതൊരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എൻ്റെ കയ്യിൽ സ്കൂപ്പർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്കൊരു കേക്ക് രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ബട്ടർ പേപ്പർ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബൗളിൽ. നമുക്കിത് മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബൗളിലോട്ട് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 6 മണിക്കൂർ വെക്കാം. അപ്പോൾ ഞാൻ 6 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ഐസ്ക്രീമാണ്. ഇതൊന്ന് തുറന്നു നോക്കാം. ഞാനിങ്ങനെ ഇതിൻ്റെ മേളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ സ്കൂപ്പി ഇല്ലാത്തതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഞാനിങ്ങനെ കേക്കിൻ്റെ രൂപത്തിലാക്കിയത്. അപ്പോൾ ഈ ഐസ്ക്രീം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.